ചടങ്ങെല്ലാം കഴിഞ്ഞ് സേഗി വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ ആരുമില്ല. അവൾക്കൊരു ഏകാന്തത ഫീൽ ചെയ്യും. എല്ലായിടത്തും അമ്മ നിൽക്കുന്നതും ഓരോന്ന് ചെയ്യുന്നതും എല്ലാം അവൾ ഓർക്കും. അത് കഴിഞ്ഞിട്ട് അമ്മ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. അതിൽ അമ്മ എപ്പോഴും പറയുന്ന കൂട്ട് ഫുഡ് കഴിക്കണം, ഫ്രിഡ്ജിൽ ഫുഡ് ഇരിപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മ ഓരോന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവൾ അതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന് അവൾ ഉറങ്ങിപ്പോവും. സേഗി ഷൂട്ടിങ്ങിനായിട്ട് തിരിച്ചു ചെല്ലും. അവൾ അത്രയും പെട്ടെന്ന് തിരിച്ചു ചെല്ലുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സീനൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ എല്ലാവരും അവളെ കോംപ്ലിമെന്റ് ചെയ്യും. ഇതൊക്കെ അസൂയയോടുകൂടി മാറി നിന്ന് യൂറി നോക്കുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ യൂറി സേഗിയെ പറ്റിയുള്ള ന്യൂസ് എല്ലാം, പഴയ ന്യൂസ് എല്ലാം ഇരുന്ന് വായിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ ഒരു സ്ഥലത്തു നിന്ന് അപ്രത്യക്ഷമാകുന്നു. അവിടുന്ന് ഓടിപ്പോകുന്നു. അവാർഡ് സെറമണിക്ക് എന്നിട്ട് അവിടെ നിൽക്കാതെ പോയി. ഇടയ്ക്ക് കുറേ സിനിമകളുടെ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് നിന്ന് ഇതുപോലെ പോയിട്ടുണ്ട്. അപ്പൊ ആ ന്യൂസ് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ ഓർക്കും. അവൾക്ക് ഓർമ്മ വരുന്നത് അവള് സെഗിയുടെ അമ്മയുടെ ഫ്യൂണറലിന് ചെന്നപ്പോൾ അകത്ത് ചെന്നപ്പോൾ വേറൊരു ലേഡി ആയിരുന്നു നിന്നിരുന്നത്. പക്ഷെ അവൾ തിരിച്ച് ലിപ്സ്റ്റിക് എടുക്കാൻ ചെന്നപ്പോൾ സേഗി തിരിച്ചിറങ്ങുന്നത് കണ്ടു. അതിനകത്ത് സേഗി ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരാളെ വിളിച്ചിട്ട് സേഗിയെ ഫോളോ ചെയ്യാനായിട്ട് പറയും. ഭൂമിയെടുത്ത് ഇൻഹോ എടുത്തും സേഗി നന്ദി പറയും അവളുടെ കൂടെ നിന്നതിനെല്ലാം. എന്തിനാണ് ഇങ്ങനെ ഞങ്ങളോട് താങ്ക്സ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുക തന്നെ വേണം. അത് പറഞ്ഞ് മറ്റുള്ളവർ അറിയണം. മനസ്സിൽ എന്താണുള്ളതെന്ന് തുറന്നു പറയാനായിട്ട് പഠിക്കണം. നമ്മൾ അതൊരിക്കലും വൈകിക്കരുത്. അത് ആരോടായാലും എന്ന് സേഗി പറയും. അന്നേരം തന്നെ രണ്ടുപേരും ഞങ്ങൾക്ക് സേഗി എന്ന ഫ്രണ്ടിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അന്നേരമാണ് അവിടുന്ന് കഴിക്കാനായിട്ട് എഗ് റോൾ കൊണ്ട് കൊടുക്കും. അത് കഴിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ട് എഗ് റോൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് സേഗി കാഷ്വലായിട്ട് മെൻഷൻ ചെയ്യും. അമ്മയെപ്പറ്റി സാധാരണ പോലെ പറയുന്ന കേൾക്കുമ്പോൾ രണ്ടുപേരും ഫ്രീസ് ആയിട്ടിരിക്കും. എനിക്ക് പ്രശ്നമൊന്നുമില്ലയോ, നിങ്ങളുടെ മൂഡ് മാറിയോ, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സേഗി പറയുമ്പോൾ സേറ പറഞ്ഞതാണ് ഇൻഹോ ഓർക്കുന്നത്. ഒട്ടും ഓക്കെ ആയിരിക്കത്തില്ല. അവര് പ്രശ്നമൊന്നുമില്ല എന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. പക്ഷെ ശരിക്കും അവർക്ക് നല്ല വിഷമം ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഓർത്തിട്ട് ഞങ്ങളോട് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ സന്തോഷം അഭിനയിക്കേണ്ട കാര്യമില്ല, നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയണം എന്ന് ഇൻഹോ പറയും. ഭൂമിയും ചെന്ന് അവളെ ആശ്വസിപ്പിക്കും. സെഗിയുടെയും ഡോജയുടെയും റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ പറ്റിയൊക്കെ സ്പെക്കുലേറ്റീവ് ആയിട്ട് ആർട്ടിക്കിൾസ് ഒക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അമ്മ ഇടപെട്ട് നിർത്തിക്കും. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് ഡോജെ പറയുമ്പോൾ സെഗിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ വാർത്ത പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതും ചോദിക്കും. അന്നേരമാണ് ഡോജയ്ക്ക് അമ്മയുടെ ഇന്റൻഷൻ മനസ്സിലാവുന്നത്. അമ്മയോട് അവൻ നന്ദി പറയും. നിങ്ങൾ പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ കണ്ടീഷൻ അറിഞ്ഞതിന് ശേഷം തന്നെയാണോ സേഗി നിന്നെ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് അമ്മ ചോദിക്കും. അതേന്ന് ഡോജെ പറയും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സേഗിയെ നഷ്ടപ്പെടുത്താൻ പാടില്ല. നിന്റെ അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചു പോയപ്പോൾ ആ സങ്കടം മറക്കാനായിട്ട് ഞാൻ ഫുൾ ടൈം ജോലിയിൽ മുഴുകിയിരിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ നിനക്ക് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ എൻ്റെ ലോകം മുഴുവൻ കൊളാപ്സ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. എന്നെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ആ സമയത്താണ് സേറയുടെ അച്ഛനെ ഞാൻ കണ്ടുമുട്ടുന്നത്. ആ ആളോട് സംസാരിച്ചപ്പോൾ എന്നെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കുമെന്നും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പറ്റുന്ന ഒരാളാണെന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ സേറയുടെ അച്ഛനെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചത്. നിനക്ക് സേഗിയോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യരുത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ഇപ്പോൾ ചെല്ലണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളെ ആവശ്യമുള്ളത് ഇപ്പോഴാണ്. നിന്റെ സാമീപ്യം അവൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവളെ ചെന്ന് ആശ്വസിപ്പിക്കണമെന്ന് അമ്മ പറയും. കേട്ട വാതി കേൾക്കാത്ത വാതി അന്നേരം തന്നെ സേഗിയുടെ വീട്ടിലേക്ക് ഡോജെ ചെല്ലും. അവനെ കണ്ടു കഴിയുമ്പോൾ അവൾ ആദ്യം ചിരിക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ അടക്കി വെച്ചിരുന്ന സങ്കടമെല്ലാം പുറത്തേക്ക് വരും. അവൾ ധൈര്യം അഭിനയിക്കുകയായിരുന്നു. എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ കരയുന്നത്. ഒരു ഫ്ലാഷ് ഷോപ്പിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോഴാണ് സേറ പറഞ്ഞത് ഇൻഹോ ഓർക്കുന്നത്. അവൾക്ക് കിട്ടിയ പൂക്കളുടെ അർത്ഥം ഇൻകമിങ് ഹാപ്പിനെസ് ആണെന്ന്. അവൻ ഉടനെ തന്നെ ചെന്ന് അവിടുത്തെ ഫ്ലോറിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കും, ഈ പൂക്കൾക്ക് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ട്, എന്താണ് പൂക്കളുടെ മീനിങ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയുണ്ട്, വേറൊരു മീനിങ്ങും ഉണ്ട്. കാരണം ഇത് 2 ടൈപ്പ് ഉണ്ട്. അതിൻ്റെ രണ്ടാമത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ പിറ്റിഫുൾ ലവ് ആണെന്ന് പറയും. ഇതേ സമയത്ത് തന്നെ സേറയും ഇത് നോക്കുന്നുണ്ടായിരുന്നു. അന്നേരമാണ് അവൾക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് രണ്ടാമത്തെ സ്ഥാനമേ ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ ഇത് തന്നെയായിരിക്കും അത് ഉദ്ദേശിച്ചതെന്ന് അവൾ സ്വന്തമായിട്ടിരുന്ന് പറയും. അന്ന് വൈകിട്ട് സേറയ്ക്ക് വേണ്ടി പൂവും വാങ്ങിച്ച് അവിടെ നിൽപ്പുണ്ട് ഇൻഹോ. അവൾക്ക് പൂക്കൾ കൊടുത്തിട്ട് ചോദിക്കും, ഇത് കറക്റ്റ് പൂക്കൾ തന്നെയല്ലേ? നിങ്ങൾക്ക് എന്നിലല്ലെങ്കിൽ വേറൊരാളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റട്ടെ എന്ന് പറയും. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുകൊണ്ടാണ് എനിക്ക് നല്ല ആളുകളെ ഇഷ്ടമല്ലാത്തതെന്ന് സേറ പറയും.
ഞാൻ പറഞ്ഞത് നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമാക്കണ്ട, അതങ്ങ് മറന്നു കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് സെറ പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ സെമിനാരിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എന്ന് ഇൻഹോ വിളിച്ച് പറയും. ഇവള് തിരിഞ്ഞു നോക്കത്തില്ല. ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അവള് പോകും. എന്തുകൊണ്ടായിരിക്കും ഞാനിത് സെറയുടെ അടുത്ത് പറഞ്ഞതെന്ന് ആലോചിച്ചുകൊണ്ട് ഇൻഹോ അവിടെ തന്നെ നിൽക്കും. ഷൂട്ടിംഗ് അവസാനിച്ചു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് സെഗി ഡയറക്ടർ ലീയെ പോയി കാണും. ഡയറക്ടർ ലീ അവളോട് അപ്പോളജൈസ് ചെയ്യും. സെഗി പഴയ സെഗി തന്നെയാണ്, ഒട്ടും മാറിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഞാൻ ആ റൂമേഴ്സ് ഒക്കെ വിശ്വസിച്ചതിന് സോറി എന്നാണ് പറയുന്നത്. നമുക്ക് ഇനിയും കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പിരിയുന്നത്. സെഗി യൂറിയുടെ അടുത്ത് യാത്ര പറയാൻ വരുമ്പോഴത്തേക്കിനും യാത്രയൊന്നും പറയണ്ട, നമ്മൾ ഉടനെ തന്നെ ചിലപ്പോൾ വീണ്ടും മീറ്റ് ചെയ്യുമെന്ന് യൂറി അർത്ഥം വെച്ച് പറയും. അന്നേരം സെഗിക്ക് ഡോജയുടെ ഒരു കോൾ വരും. ഡോജ അവളെ കൊണ്ടൊരു വെക്കേഷന് വേണ്ടിയിട്ട് പോകാനായിട്ട് തുടങ്ങുന്നതാണ്. ആദ്യത്തെ പ്രാവശ്യത്തെ പോലെ ക്രൂ ഒക്കെ വന്ന് ഡോജയെ മീറ്റ് ചെയ്യും. സെഗി അവനെ കളിയാക്കി മിമിക്ക് ചെയ്യും ആദ്യത്തെ ദിവസം അവൾ പറഞ്ഞ ഡയലോഗല്ല. അന്ന് പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഭാവിയിലെന്ന്. ഞാൻ സങ്കല്പിച്ചിട്ട് പോലും ഇല്ല എന്ന് സെഗി പറയുമ്പോൾ എനിക്ക് ഏകദേശം ധാരണയുണ്ടായിരുന്നു. കാരണം എൻ്റെ ദേഹത്തേക്ക് തല ചായച്ചിരുന്ന് ഉറങ്ങിയപ്പോൾ എൻ്റെ ഹാർട്ട് ഫ്ലട്ടർ ചെയ്തു എന്ന് ഡോജ പറയും. അവൻ പെട്ടെന്ന് കൺഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും സെയ്ക്ക് സന്തോഷമാവും. അവനത് തുറന്ന് പറഞ്ഞല്ലോ. അവളൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു നെർവസ് ആണോ എന്ന്. അപ്പോൾ അവൻ അല്ലാന്ന് പറയുകയാണ് ചെയ്തത്. അമ്മയെ ഗ്രീറ്റ് ചെയ്തോളൂ, നമ്മൾ ഇപ്പോൾ ആകാശത്തിന് തൊട്ടടുത്താണെന്ന് ഡോജ അപ്പോൾ പറയും. സെയ്ക്ക് ഇമോഷണൽ ആവും. അവരതിന് ശേഷം പല സ്ഥലങ്ങളിലും പോകും. അമ്മയും അച്ഛനും കണ്ടുമുട്ടിയതിനെ പറ്റിയൊക്കെ സെയ്ക്ക് ഡോജ എടുത്ത് ഷെയർ ചെയ്യും. പെട്ടെന്നൊരു ദിവസം അച്ഛൻ അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത്, ഡിസപ്പിയർ ആയി. നമ്മളും കണ്ടുമുട്ടിയത് ഏകദേശം അതുപോലെയാണ്, നമ്മളുടെ ലൈഫും ഏകദേശം അതുപോലെയാണെന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ഡിസപ്പിയർ ആവത്തില്ല എന്ന് ഡോജ ഉറപ്പ് കൊടുക്കും. രണ്ടുപേരുടെയും സന്തോഷം പരസ്പരം ഷെയർ ചെയ്യാമെന്നും ഒരുപാട് കാലം ഒന്നിച്ച് കൂടെ ഉണ്ടാവുമെന്നും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ചെയ്യും. ഡയറക്ടർ കിം സാറെ കാണാനായിട്ട് വരും. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ചോയ് കിഹോ തിരിച്ച് കൊറിയയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയും. അത് പുതിയൊരു വാർത്തയാണ് സാറയ്ക്ക്. അയ്യോ, ഫിയാൻസി തിരിച്ചു വന്നെന്ന് അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞിട്ടാണ് അറിയുന്നതെന്നൊക്കെ ചോദിക്കും. കൂടുതൽ സംസാരിക്കരുതെന്ന് ഇപ്പം സേറ പറയും. അവൾ നല്ല മൂഡിലല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അയാൾ പോകും. ഈ ഒരു ന്യൂസ് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും സേറ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. അങ്ങനെ വിദേശത്ത് നിന്ന് കൊറിയയിൽ ലാൻഡ് ചെയ്ത സേറയുടെ ഫിയാൻസി ഒരു ബാറിലിരുന്ന് ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കും, നിങ്ങൾ തമ്മിൽ ബിസിനസ് റിലേഷൻ ആയതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എങ്ങനെ വേണമെങ്കിലും നടക്കാമല്ലോ, അതൊരു ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഇയാളൊരു ഡ്രൈവറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വരുന്നത് ഇൻഹോയാണ്. ഇയാളുടെ വല്ലാത്ത ഒരു സ്വഭാവമാണെന്ന് നമുക്ക് അന്നേരം തന്നെ മനസ്സിലാവും. കീ എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് അത് എടുത്തുകൊണ്ട് പോയി കാറിൽ വെയിറ്റ് ചെയ്യാനാണ് ഇയാൾ പറയുന്നത്. കീഹോ കാറിൽ ഇരുന്നിട്ട് ഒരു പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കുകയാണ്. സേറയുടെ പേര് പറഞ്ഞാണ് സംസാരിക്കുന്നത്. എനിക്ക് സേറ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല കല്യാണം കഴിക്കുന്നത്, ഇതൊരു ബിസിനസ് റിലേഷനാണ്. എനിക്ക് അവളെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആ കമ്പനിയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അവളും എന്നെ അങ്ങനെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്, അല്ലാതെ എന്നെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. അവളുടെ ചേട്ടനെ തോൽപ്പിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഒട്ടും അട്രാക്റ്റീവ് അല്ല അവൾ, ഒട്ടും സബ്മിസീവ് അല്ല, അങ്ങനെയുള്ള പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സേറയുടെ കുറേ കുറ്റം പറയും. ഇയാൾ പേര് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇൻഹോ ഇതെല്ലാം കേൾക്കുന്നുണ്ട്, അവന് മനസ്സിലാവും. ഡോജയും സേക്കിയും കൂടി ഷോപ്പിങ്ങിന് പോകും. അവിടെ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഡോജയെ കാണാനില്ല. അവൾ അവിടെ എല്ലാം നോക്കി നടക്കും. വേറൊരാളെ കണ്ടിട്ട് ഡോജയാണെന്ന് തെറ്റിദ്ധരിച്ച് പോയി വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അയാളല്ല. ആ ക്രൗഡിനിടയ്ക്ക് എല്ലായിടത്തും നോക്കി നടക്കുന്നുണ്ട്. അവൾക്ക് ആകെ പേടിയാവും. അവസാനം ദൂരെ ഡോജെ നിൽക്കുന്നത് കാണും. കാണുമ്പോഴാണ് അവൾക്ക് ആശ്വാസമാവുന്നത്. ഓടി അടുത്ത് ചെല്ലും. എന്നിട്ട് ചോദിക്കും, ഇതേ ഫീലിംഗ് ആണല്ലേ ഓരോ പ്രാവശ്യവും ഒരാളെ തിരിച്ചറിയാതിരിക്കുമ്പോൾ? ഇത്രയും കഷ്ടപ്പെട്ടായിരിക്കുമല്ലേ എന്നെയും തിരിച്ചറിയുന്നത്? ഈ കുറച്ച് സമയം കൊണ്ട് ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്ന് എനിക്ക് അറിയാം. അപ്പോൾ എല്ലാ ദിവസവും ഇത് അനുഭവിക്കുന്ന ഡോജെ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ, എനിക്കതിലൊന്നും പ്രശ്നമില്ല, സേഗി ഏത് രൂപത്തിലായാലും എങ്ങനെയായാലും ഞാൻ തിരിച്ചറിയും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗിഫ്റ്റ് തരാൻ പോവാണെന്ന് ഡോജെ പറയും. അവളുടെ പേരെഴുതിയ മാല മാറ്റിയിട്ട് അവൻ പുതിയൊരു നെക്ലേസ് കൊടുക്കും. എങ്ങനെയായാലും ഞാൻ സേഗിയെ സ്നേഹിക്കും, എങ്ങനെയായാലും ഞാൻ തിരിച്ചറിയുമെന്ന് പ്രോമിസ് ചെയ്യും. സേറ ഓഫീസിൽ ഇരുന്നിട്ട് ഫിയാൻസിയെ വിളിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ട് ഇൻഹോയെ വിളിക്കും. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ചേർച്ചിലാണെന്നാണ് അവൻ പറയുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നപ്പം സേറ പറയും. ഇൻഹോ ശരിക്കും പള്ളിയിൽ തന്നെയാണ്. പ്രീസിന്റെ അടുത്ത് അവൻ പറയുന്നത്, ഞാൻ ഇപ്പോൾ ഈ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇതിനിയും വൈകിപ്പിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പ്രീസ്റ്റ് പറയും, നമ്മൾ നടന്നിട്ടില്ലാത്ത വഴികൾ നമുക്കൊരിക്കലും അറിയാനായിട്ട് പറ്റത്തില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയത്തില്ല, അത് നടന്നു നോക്കിയാലേ അറിയത്തുള്ളൂ. ഒരു കാര്യം ചെയ്യൂ,
ഈ ലോഹയൊന്ന് ഇട്ട് നോക്കൂ, അപ്പോൾ ചിലപ്പോൾ നിനക്ക് തീരുമാനമെടുക്കാൻ പറ്റും എന്ന് പറയും. അവനത് കേട്ട് കണ്ണാടിയിൽ നോക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സേറ അവിടേക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ അവൾക്ക് ആകെ സങ്കടമാവും. ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം എന്തിനാണ് ഇത് ഇട്ടോണ്ട് നിന്നത്? എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് സേറ ചോദിക്കും. എനിക്കൊരു കാര്യം പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് അപ്പോൾ ഇൻഹോ പറയുന്നത്. അപ്പോൾ അവളെ പരീക്ഷിക്കാനാണെന്ന് സേറ വിചാരിക്കും. ഞാൻ എന്ത് ഉപേക്ഷിച്ചിട്ടാണ്, എന്ത് വേണ്ടെന്ന് വെച്ചിട്ടാണ് വന്നതെന്ന് അറിയാമോ? എന്നോട് ഇത് വേണ്ടായിരുന്നു. എല്ലാരോടും ഇയാൾ നന്നായിട്ടാണല്ലോ പെരുമാറുന്നത്, എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നതെന്ന് അവൾ ചോദിക്കും. എന്നിട്ട് തിരിഞ്ഞ് പള്ളിയിലോട്ട് നോക്കിയിട്ട് മനസ്സിൽ ദൈവത്തിനോട് പരാതി പറയും. നമ്മൾ തമ്മിലൊരു ഡീൽ ഉണ്ടായിരുന്നു, എന്നിട്ടും എന്നോട് ഇത് ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് പോകുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ ആ മുഖഭാവത്തിൽ സേറ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇൻഹോയ്ക്കും സങ്കടമാവും. സേറ എത്തുമ്പോഴത്തേക്കും ഇൻഹോയും എത്തിയിട്ടുണ്ടാവും അവളുടെ പുറകെ. എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് സേറയടുത്ത് അവൻ ചോദിക്കും. ഇത്രയും ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇത്രയും ഭംഗിയുള്ള ഒരാൾ ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. എനിക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരും. എൻ്റെ വീടെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വരാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് എനിക്കിഷ്ടം എന്ന് പറയും. ഇയാൾ എന്തിനാണ് കള്ളം പറയുന്നത്? ഇയാൾക്കൊരു ഫിയാൻസി ഉണ്ടല്ലോ, എന്നോട് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല, എന്തിനു മറച്ചു വെച്ചു എന്ന് ഇൻഹു അപ്പ ചോദിക്കും. ആദ്യം എനിക്കത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല, എന്നാൽ പിന്നീട് എനിക്കത് പറയാനായിട്ട് തോന്നിയില്ല എന്നാണ് സേറ പറയുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ഇയാൾ സെൽഫിഷ് ആണ്, പക്ഷേ എനിക്ക് ഇയാളുടെ ഈ സ്വഭാവം ഇഷ്ടമാണെന്ന് ഇൻഹു പറയും. ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ കൺഫസ് ചെയ്യുവാണ്. അന്നേരം കീഹോ അങ്ങോട്ടേക്ക് വരും. ഇതാരാ, ഗസ്റ്റ് ഉണ്ടായിരുന്നോ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് പോകും. സേറ ഇവനെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ വിളിക്കുമ്പോൾ വരണം എന്ന് പറഞ്ഞിട്ട് കഥ അടയ്ക്കും. അവൻ കേട്ട എന്താണ് കണ്ടത് എന്താണെന്ന് വിശ്വസിക്കാൻ പറ്റാതെ ഇൻഹു അവിടെ തന്നെ നിൽക്കും. പറയാതെ എന്തിനാണ് വന്നതെന്ന് സേറ ചോദിക്കുമ്പോൾ വന്നത് ആരായിരുന്നു എന്ന് കീഹോ തിരിച്ചു ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള സംസാരം ഉണ്ടാവില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സാർ ചോദിക്കും. അത് ശരിയാണ്, നമ്മുടെ ലക്ഷ്യം വേറെയാണല്ലോ. നിനക്ക് കമ്പനിയുടെ CEO ആവണം, അതിന് ഡോജയ്ക്ക് ചാൻസ് കൊടുക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അവൻ്റെ ഒരു വീക്ക്നെസ് എനിക്കറിയാം, അതിനൊക്കെ ഞാനൊരു ഗിഫ്റ്റായിട്ട് തരാനായിട്ട് പോവുകയാണെന്ന് കീഹോ സേറയുടെ അടുത്ത് പറയും. എന്തിനാണ് ഒറ്റയ്ക്കിരുന്ന് സോജു കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻഹോയുടെ അടുത്തേക്ക് സേഗി വരും. ഞാൻ എൻ്റെ ക്രഷിൻ്റെ അടുത്ത് എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു, പക്ഷേ എനിക്ക് മറുപടിയൊന്നും കിട്ടിയില്ല. അടച്ചിട്ട വാതിലിൻ്റെ മുമ്പിൽ ഞാൻ ഒരുപാട് നേരം നിന്നു, അത് പിന്നീട് തുറന്നില്ല. എൻ്റെ ക്രഷിനും ഇത് തന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുമല്ലേ എന്ന് ചോദിക്കും. ഒക്കെ തിരിച്ച് നിന്നെ ഇഷ്ടമാണോ എന്നപ്പോൾ സേഗി ചോദിക്കും. അതെ എന്ന് ഇൻഹോ പറയും. അങ്ങനെയാണെങ്കിൽ നിന്റെ മനസ്സിലുള്ളത് എന്തായാലും തുറന്ന് പറയണം, അത് നീ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് സേഗി പറയുമ്പോൾ എൻ്റെ 10 വർഷത്തെ സ്വപ്നമാണ് ഞാൻ വേണ്ടാന്ന് വെക്കാനായിട്ട് പോകുന്നത്, ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല എന്ന് ഇൻഹോ വീണ്ടും പറയും. സ്വപ്നങ്ങൾ നമ്മൾ സ്വന്തമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ സ്വപ്നങ്ങൾ നമ്മളെ തേടി വരുമല്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിനക്ക് നിന്റെ സ്വപ്നം മാറിക്കാണാമെന്ന് സേഗി ഇൻഹോയുടെ അടുത്ത് പറയും. എന്നിട്ട് സേറ അല്ലേ ആളെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എങ്ങനെ മനസ്സിലായി, ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇൻഹോ ചോദിക്കുന്നുണ്ട്. പക്ഷെ സേഗിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇത് ഇവന്റെ ഫസ്റ്റ് ലവ് ആണ്. സേഗിയെ ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ട ആളെ യൂറി മീറ്റ് ചെയ്യും. അപ്പം അയാൾക്ക് സസ്പീഷ്യസ് ആയിട്ടൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. യൂറി കൂടുതൽ പൈസ ഓഫർ ചെയ്യും. എന്തായാലും സംശയാസ്പദമായിട്ട് എന്തോ ഉണ്ട്, ഒന്നുകിൽ രഹസ്യമായിട്ടൊരു കുട്ടിയുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഉണ്ട്. അതെന്താണെന്ന് കൂടുതൽ നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം, പുറകെ അങ്ങ് ഫോളോ ചെയ്താൽ മതി, എന്തെങ്കിലും കിട്ടും എന്ന് പറയും. സേയിക്ക് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോഴത്തേക്കും മിൻഹോയുടെ കാര്യമൊക്കെ ഭൂമിയെടുത്ത് ഇങ്ങനെ പറയും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയാസ്പദമായിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നത് പോലെ സേയിക്ക് തോന്നും. പക്ഷെ ഭൂമിയെടുത്ത് അന്നേരം ഒന്നും പറയത്തില്ല. എന്താണെന്ന് ഭൂമി ചോദിക്കുന്നുണ്ട്, എന്താ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല എന്ന് പറയും. കാറിൽ ഇങ്ങനെ പോകുമ്പോഴും ഇത് അവളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അന്നേരം ഭൂമിയെടുത്ത് പറയും, എനിക്ക് ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നു എന്ന്. എങ്കിൽ നമുക്ക് റിപ്പോർട്ടർ പാർക്കിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കും സേഗിയെ. എന്തായാലും ഡോജിയുടെ അമ്മ കൊള്ളാം, കൂടുതൽ ന്യൂസ് ഒന്നും പുറത്ത് വരാതെ ബ്ലോക്ക് ചെയ്തല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോജിയുടെ കോൾ വരും. കഴിക്കാൻ എന്താണ് വേണ്ടുന്നത്, ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് വരാം എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ഇവർ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കിനും കോട്ട് ഊരി സേഗി ഭൂമിയുടെ കൈ കൊടുത്തിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അകത്തേക്ക് പോകും. ഭൂമി ഈ കോട്ട് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് കാറിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഡോജ് എവിടേക്ക് വരും. കോട്ട് കണ്ടിട്ട് അത് സേഗിയാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നേരമായ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് വന്ന് പറഞ്ഞ് സേഗിന്ന് വിളിച്ചിട്ടാണ് ഭൂമി എടുത്ത് സംസാരിക്കുന്നത്. മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഭൂമി ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പം അവൻ്റെ പേര് വിളിക്കും. എന്നാൽ തന്നെ അവന് കാര്യം മനസ്സിലാവും അബദ്ധം പറ്റിയതാണെന്ന്. ഇരുട്ടല്ലായിരുന്നു, അപ്പം എനിക്ക് നേരെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് തെറ്റിപ്പോയത് എന്ന് പറഞ്ഞിട്ട്
ഫുഡ് ഭൂമിയെ ഏൽപ്പിക്കും, ഇത് സേഗിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അന്നേരം തന്നെ അവൻ അവിടുന്ന് പോകും. ഭൂമിക്ക് അന്നേരം സംശയം തോന്നും, എന്നെ മുഖത്ത് നോക്കിയാണല്ലോ സംസാരിച്ചത്, പിന്നെ എന്തുകൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞില്ല, എന്തിനായിരിക്കും എന്നെ സേഗിയുടെ പേര് വിളിച്ച് സംസാരിച്ചത് എന്നൊക്കെ ആകെ സംശയമാണ്. ഇതേ സമയത്ത് ഓഫീസിലിരുന്ന് ജൂഹാൻ ഡോജയുടെ ഡയറി നോക്കുകയാണ്. അതിൽ സേഗിയുടെ ട്രാൻസ്ഫോം ചെയ്ത എല്ലാ രൂപങ്ങളും ഇങ്ങനെ വരച്ചിട്ട് എല്ലാത്തിനും സേഗി എന്ന് എഴുതി വെച്ചേക്കുകയാണ്. ഇപ്പം ഓരോരോ ട്രേറ്റ്സ് ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്താണെന്ന് അവനും കൺഫ്യൂഷൻ ആവും. വേറെ വേറെ ആളുകളെ സേഗി എന്ന രീതിയിലാണ് ഡോജ എഴുതി വെച്ചേക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എഴുതി വെച്ചതെന്ന് അവനിങ്ങനെ ഓർക്കും. ഡോജ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും സേഗി വിളിക്കും, ഭൂമിയായിട്ടുള്ള ഇന്ററാക്ഷൻ ഞാൻ അറിഞ്ഞു, കുഴപ്പമില്ല, പേടിക്കണ്ട, ഞാൻ ഭൂമിയെടുത്ത് എന്തെങ്കിലും പറഞ്ഞു നിന്നോളാം, അതിനെപ്പറ്റി ആലോചിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു കാർ സ്പീഡിൽ വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കും. ഡോജയുടെ കണ്ണിലേക്കാണ് വെളിച്ചം അടിക്കുന്നത്. അവനും ആരാണെന്ന് നോക്കും. സാറേ ആയിരുന്നു. ഇത് സത്യമാണോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ടൊരു എൻവലപ്പ് ഡോജയുടെ കയ്യിലേക്ക് കൊടുക്കും. ഇവളിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ എന്താണ് കാര്യം എന്ന് ഡോജയ്ക്ക് മനസ്സിലാകത്തില്ല. ഞാൻ അറിഞ്ഞത് സത്യമാണോ, ചേട്ടന് ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്ന് സാറ ചോദിക്കും.